ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, ഹോസിയയുടെ പുസ്തകം 14:5, ഇസ്രായേലിന് ഞാൻ തുഷാരബിന്ദു പോലെയായിരിക്കും, ലില്ലി പോലെ അവൻ പുഷ്പിക്കും, ഇലവ് പോലെ വേര് പിടിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചുട്ടുപഴുത്തിരിക്കുമ്പം, നെഞ്ച് പൊട്ടി നിൽക്കുമ്പം, തീക്കനലിനകത്ത് കിടന്ന് പിടയുമ്പം, എന്റെ ഇസ്രായേലിന് ഞാനൊരു മഞ്ഞുതുള്ളിയുടെ തണുപ്പ് നൽകും. ഇത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. നമ്മൾ നീറിപ്പിടഞ്ഞിരിക്കുമ്പം, ചങ്കിനകത്ത് തീ വന്ന് നിറയുമ്പം, നെരിപ്പോടിനകത്ത് വരുമ്പം, തീക്കകത്ത് കിടന്ന് ചുട്ടുപൊള്ളുമ്പം ദൈവം നൽകുന്ന വാഗ്ദാനമാണ്, ഞാൻ നിനക്ക് ഒരു തുഷാര ബിന്ദു പോലെ തണുപ്പ് നൽകും, ലില്ലിപ്പൂ പോലെ നീ പുഷ്പിക്കും, നിന്റെ ഭാവി അടഞ്ഞു പോകില്ല, ഒരു പുതിയ ഭാവി, ഇലവ് പോലെ നീ വേര് പിടിക്കും. ഹോസിയ 14:5 എത്ര മനോഹരമാണ്. ഹൃദയം പടയ്ക്കുമ്പം ഈ വചനത്തിന്റെ അഭിഷേകം, ഇത് വെറുതെ ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലല്ലോ, ദൈവത്തിന്റെ വചനമല്ലേ. ലില്ലി പോലെ പൂത്തുലയുന്ന ഒരു പുതിയ വസന്തം കർത്താവ് ജീവിതത്തിലേക്ക് തരുന്നുണ്ട്. അത് ഏറ്റുവാങ്ങണം, ഉയർന്നു നിൽക്കണം, തല കുനിക്കരുത്. ആമേൻ. ആരാധിക്കുമ്പോൾ ലില്ലി പോലെ തളിരിട്ടു പൂവിട്ടു ഫലം ചൂടും നാം, ഇലവു പോലെ നാം വേരു പിടിക്കും, ലബനോന്റെ പരിമളം നമുക്കു തരും, പുതിയൊരു ജന്മം യേശു തരും. ഇസ്രായേലേ, നിനക്കു ഞാൻ തുഷാര ബിന്ദു പോലെയാണ്. ഇസ്രായേലേ, നിനക്കു ഞാൻ തുഷാര ബിന്ദു പോലെയാണ്.